മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും പ്രഭാസ് എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാറും കൂടി ഒന്നിക്കാൻ പോകുന്ന ഒരു വലിയ സിനിമയെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനായിട്ടുള്ളത്. ഉദ്ദേശം 100 കോടി രൂപയ്ക്ക് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഡാർലിംഗ് സ്റ്റാർ പ്രഭാസ് ആൻഡ് മലയാളത്തിന്റെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കൂടി ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്തും. ഈ സിനിമയുടെ ടീസർ പല ആൾക്കാരും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയുടെ അനൗൺസ്മെന്റ് പോലും കാര്യമായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാർ പവർ, ഒപ്പം തന്നെ പ്രഭാസിന്റെ വലിയ സ്റ്റാർ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡിങ് ഹാഷ്ടാഗ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ലാലേട്ടന്റെ എമ്പുരാനെ കുറിച്ചും പറയാനായിട്ടുണ്ട്, ഒപ്പം തന്നെ പ്രഭാസിന്റെ കൽക്കിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്നൊരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഇതൊരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ സിനിമയുടെ ടീസർ ഞാൻ യൂട്യൂബിൽ പോയി ഒന്ന് കണ്ടുനോക്കി. പക്ഷേ ഇതിൻ്റെ വ്യൂ കൗണ്ട് കാണുന്ന സമയത്ത് എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം ട്രെൻഡിങ് ആയിരിക്കുന്നത് വെറുതെ അല്ല, അതിൻ്റെ കാരണം കേൾക്കുന്ന സമയത്താണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. വെറും 1 മിനിറ്റ് 40 സെക്കൻഡ് ടീസർ മാത്രമാണ്, പക്ഷെ നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കിയതിന് ശേഷം എന്താണ് ഈ സിനിമയിൽ പറയാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നുള്ളൊരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇത് വേറെ മാതിരി ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഓം നമ ശിവായ. ഈ കഥ പറയാൻ പോകുന്നൊരു സംഭവം തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നല്ല രസമായിട്ട് അവർ ചിരിച്ചേക്കുന്നത്. ഈ ഷോട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട്. കണ്ടോ ദാ ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ സീൻ. നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. 59ാമത്തെ സെക്കൻഡിലാണ് ശരിക്കും നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കുക. സെറ്റ് സാധനം. വാവ്, കണ്ണ് കാണുമ്പോൾ അറിയാം ആരാന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രഭാസാണ് ആ വരുന്ന ആളെന്ന് പറയുന്നത്. ശരിക്കും വലിയൊരു ക്യാൻവാസിൽ വന്നേക്കുന്ന സിനിമയാണ്. പക്ഷേ സിനിമയുടെ വ്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പിടികിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു. പക്ഷേ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നല്ല രസമായിട്ടുള്ള സ്റ്റോറിയാണ്. ഇതൊരു ഫോക്ലോറാണ്. ഫോക്ലോർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഐതിഹ്യം എന്നുള്ളൊരു കാര്യം പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാന്താര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതൊരു ഐതിഹ്യമാണെന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്, ഒരു ഫോക്ലോർ. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ തന്നെ വിശ്വസിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. കണ്ണപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണപ്പ എന്ന് പറയുന്ന ഇദ്ദേഹം എന്ന് പറയുന്നത് തമിഴ് ഫോക്ലോറിലാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയപ്പെടുന്നത്. ശരിക്കും ആന്ധ്രയിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അമ്പലം മറ്റൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ശരിക്കും തമിഴ് ഫോക്ലോറിലാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയപ്പെട്ടേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. വേദാർ എന്ന് പറയുന്ന ഒരു ട്രൈബിനകത്ത് ജനിച്ചേക്കുന്ന ഒരാളാണ് കണ്ണപ്പ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു തീവ്ര ശിവഭക്തനാണ്. അതായത് ശൈവ സെയിൻസിൻ്റെ കൂടെ ജീവിച്ചേർന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ശിവഭക്തരുടെ കൂടെ ജീവിച്ചേർന്ന ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ സിനിമയുടെ ഒരുപക്ഷെ ക്ലൈമാക്സിനകത്ത് വരാൻ പോകുന്നൊരു കാര്യമായിരിക്കാം. അക്കോർഡിംഗ് ടു ദ ഫോക്ലോർ പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവനെ നേരിട്ട് കാണാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ഇങ്ങനെ സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ കണ്ണ് ഇങ്ങനെ ചൂഴ്ന്നെടുത്ത് സമർപ്പിച്ച സമയത്ത് ശിവൻ വന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ കണ്ണും കൂടി എടുത്ത് ചൂഴ്ന്നെടുത്ത് സമർപ്പിക്കാനായിട്ട് പോയ സമയത്താണ് ശരിക്കും ശിവൻ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇതിനെക്കുറിച്ച് റിലീജിയസ് ആയിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മൾ മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചുകൊണ്ട് നമ്മൾ സിനിമയായിട്ട് കാണുന്ന സമയത്ത് ഈ കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയ്ക്ക് അത് ഈ കണ്ണപ്പ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വേദാർ എന്ന് പറയുന്ന ഒരു ട്രൈബിനകത്ത് വരുന്ന 63 പേരാണ് ഇവരുടെ ഒരു ട്രൈബ് എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. 63 പേരൊരു കൂട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടം എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് വരുന്ന ഒരാളായിരിക്കാം മേ ബി മോഹൻലാലിൻ്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സീനകത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവസാനം ആ കണ്ണുകൾ കണ്ടേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.
ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ശിവനായിട്ട് വരാൻ പോകുന്ന ആക്ടർ എന്ന് പറയുന്നത് അത് അക്ഷയ് കുമാറാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരാൻ പോകുന്നത് പ്രഭാസ് കൂടിയാണ്. എന്തായാലും പടം ഒരു ഹിസ്റ്റോറിക്കൽ ഡിവോഷണൽ ആയിട്ടുള്ള സിനിമയാണെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഹിസ്റ്റോറിക്കൽ ഡിവോഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാറ്റാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിവോഷൻ തന്നെയാണ്. അതായത് ഭക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി പറയുന്ന സിനിമയാണ് കണ്ണപ്പ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ ഈ കണ്ടേക്കുന്ന ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റിയൽ ആണോ അത് വെറും CGI മാത്രമാണോ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് കാര്യമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു, ഭയങ്കരമായിട്ട് വൈറലായിരുന്ന സമയത്ത് ഗ്രൂപ്പുകളിലൊക്കെ പലതരത്തിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഒരു വലിയ ക്യാൻവാസിൽ 500 കോടിയുടെ ഒരു പടം വരാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് 500 കോടിയൊന്നുമില്ല, ഇതൊക്കെ ജസ്റ്റ് CGI മാത്രമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടർ അപ്പുറത്തെ സൈഡും കാണാൻ സാധിച്ചായിരുന്നു. പക്ഷേ ഈ കാണുന്ന പോസ്റ്ററിനകത്ത് കാണുന്ന ഈ ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ സാധനങ്ങളും യഥാർത്ഥത്തിൽ റിയൽ ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു വീഡിയോ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എമ്പുരാന്റെ പോസ്റ്റർ ആനന്ദിന്റെ ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തത്, ആ പോസ്റ്ററിന്റെ ഒരു വർക്ക് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. ആ സ്റ്റിലിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ടച്ചപ്സ് ഉണ്ടായിരിക്കും, പിന്നെ കളർ ഗ്രേഡിങ് ഉണ്ടാവും. ആസ് ഓഫ് നൗ അതിൽ അത്രേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ അതിലുണ്ട്, സ്റ്റില്ലിലുണ്ട്. റിയലാണ്, പടത്തിലുള്ള സ്റ്റില്ലാണ്, അതെ സിനിമയുടെ സ്റ്റില്ലാണ്. അതെ ഇദ്ദേഹം പറഞ്ഞേക്കുന്ന അനുസരിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടേക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജസ്റ്റ് കളർ ഗ്രേഡ് മാത്രം ചെയ്തേക്കുന്ന റിയൽ എഫക്റ്റുകളുടെ റിയൽ സാധനങ്ങളുടെ ഒരു പോസ്റ്ററാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. നമുക്കറിയാം ലൂസിഫർ സിനിമയുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പോസ്റ്റേഴ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു 90% പോസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ആ സിനിമയ്ക്കകത്ത് നിന്ന് എടുത്തേക്കുന്ന സീനുകളിൽ നിന്നുള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ എമ്പുരാൻ സിനിമയുടെ പോസ്റ്റർ കണ്ടേക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ സംഭവങ്ങളും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജസ്റ്റ് ഒരു VFX ആയിരിക്കാം, അതല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു വാർ മെഷീൻ, അതായത് വാർ ഹെലികോപ്റ്റർ, യുദ്ധങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ ഈ സിനിമയ്ക്കകത്ത് ആക്ച്വലി റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു സീനിൽ എടുത്തേക്കുന്ന ഫോട്ടോനെ ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്തേക്കുന്ന സാധനം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്ന എമ്പുരാൻ സിനിമയുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഈ സിനിമ കാണുന്ന സമയത്ത് നല്ല രസമായിരിക്കും. കാരണം ഒരുപാട് പ്രാക്ടിക്കൽ എഫക്ട്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല നീറ്റായിട്ടുള്ള ഒരു ഫിക്ഷനാണോ അല്ലെങ്കിൽ ഒരു VFX ആണെന്നൊന്നും തോന്നിക്കാത്ത തരത്തിൽ അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയായിരിക്കും തിയേറ്ററിൽ വരാൻ, ഒരു വലിയ സിനിമ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എല്ലാവരും കണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഡീകോഡ് ചെയ്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയ്ക്കകത്ത്. കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ട്രെയിലർ കണ്ടിട്ട് മിക്സഡ് ഒപ്പീനിയൻ തന്നെയായിരുന്നു. കൂടുതൽ ആൾക്കാർക്ക് ഈ സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഈ ട്രെയിലർ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, ഈ സിനിമയുടെ സെക്കൻഡ് ട്രെയിലർ വരാനായിട്ട് പോവാണ്. രണ്ടാമത്തെ ട്രെയിലർ കൂടി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്? നമ്മുടെ ഓരോ സിനിമകളുടെ ഒരു ക്യാൻവാസ് വെച്ച് പോകുന്ന സമയത്തും നമ്മളുടെ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും ട്രൂ ഇന്ത്യൻ സിനിമ ആയെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം മലയാളത്തിൽ നിന്നുള്ളൊരു ആക്ടർ പുറത്തു പോയിട്ട് അഭിനയിക്കുന്നു, അവിടെ നിന്നുള്ളൊരു ആക്ടർ ഇങ്ങോട്ട് വന്ന് അഭിനയിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഒന്നുകൂടി യൂണിഫൈഡ് ആയിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് നാൾസ് വാസസ് സൈനിങ് ഔട്ട്. ബൈ.